നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലായാലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ആയാലും ആളുകൾ കിടന്നുറങ്ങുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾ ഇടയ്ക്ക് അവരെ തട്ടിമാറ്റി അവിടെ ക്ലീൻ ചെയ്തിട്ട് പോകുന്നതും കാണാറുണ്ട്. അവിടെ പരസ്പരം അറിയാം, അതായത് ഉറങ്ങുന്നവർ അവരുടെ എന്താ പറയുക ഗതികേട് കൊണ്ട് ഉറങ്ങുക, അതായത് വണ്ടി വരാൻ ലേറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ അവർക്ക് വേറെ മാർഗവും ഇല്ല, അതുകൊണ്ട് അവിടെ തല ചായ്ക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ അവിടെ നമുക്ക് മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാം. അവർ ക്ലീൻ ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുന്നു, അവർ ക്ലീൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിടക്കുന്നു. ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലക്നൌവിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുറേ യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ സമാധാനപൂർണ്ണമായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് ക്ലീൻ ചെയ്യാനായിട്ട് വന്നു. അവിടുത്തെ ഒരു അധികൃതർ ക്ലീൻ ചെയ്യാൻ വന്നു. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്ന വെള്ളം എടുത്ത് ഈ ഉറങ്ങുന്നവരുടെയൊക്കെ തല വഴി ഒഴിക്കുകയാണ് ഉണ്ടായത്. എത്രത്തോളം റൂഡാണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. അത്ര വലിയ അപരാധമാണ് അവിടെ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത്. ഇതിനകത്ത് ബേസിക്കലി രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. കാരണം ഇതുപോലത്തെ പല വീഡിയോസും പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കുക ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് തമ്പാനൂരൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഈ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് അവിടെ കിടക്കണവരെയൊക്കെ എണ്ണിപ്പിച്ച് കിട്ടുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒന്ന്, ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം, ആദ്യത്തെ ഒരു വശം. കാരണം ഇപ്പൊ ഇത് സംഭവിച്ചത് ലക്നൌവിലാണ്. ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും ഉത്തരേന്ത്യയിലെ തണുപ്പ്, പുറത്ത് കിടക്കാൻ പറ്റില്ല ആർക്കും. ഇവരെല്ലാവരും വീടില്ലാത്തവരോ അല്ലെങ്കിൽ ഒരു പക്ഷേ ട്രെയിൻ കിട്ടാത്തവരോ ഒക്കെ ആവാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഈ എല്ലാ സ്റ്റേഷനുകളിലും ഈ ഡോമിറ്ററി സർവീസുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആക്സസിബിൾ അല്ല. ഈ രാജ്യത്ത് ഇപ്പോഴും പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, അല്ല എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം. അപ്പോൾ നാച്ചുറലി അവര് സ്റ്റേഷനിൽ തന്നെ കിടന്നുറങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യാതൊരു തെറ്റുമില്ല. ഒരു മനുഷ്യൻ ഉറങ്ങണമല്ലോ രാത്രി ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ പണമില്ലാത്തൊരു തെറ്റൊന്നുമല്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അവർ ഉറങ്ങി. ഇനി നമുക്ക് രണ്ടാമതൊരു സൈഡിൽ കൂടെ ചിന്തിക്കാം. ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞല്ലോ ഈ തൊഴിലാളി, ഇവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വൃത്തിയാക്കിയിടുക, പാസഞ്ചേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് ട്വിറ്ററിൽ ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് വിചാരിക്കാം, ഈ സ്റ്റാഫിനെതിരെ നടപടി ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ കിടത്തിയെന്ന് ചോദ്യം വരും. ഇതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും അവരുടെ വർക്ക്. അപ്പോൾ നാച്ചുറലി ഒരു കംപ്ലൈന്റ് വരാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇതുകൂടെയാണ്. അപ്പോൾ നാച്ചുറലി അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അവർ ചെയ്തതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം ഒന്ന്, ഇവർക്ക് അങ്ങനെ കിടക്കാനുള്ള പെർമിഷൻ ഇല്ല ത്രൂ ലോ. കാരണം നമുക്ക് ആർക്കും റെയിൽവേ സ്റ്റേഷനിൽ തറയിൽ പോയി കിടക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല. പിന്നെ എല്ലാ സ്റ്റേഷനുകളിലും ഒരു ഡെക്കറം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കിടക്കും സ്ഥലത്ത് ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയി കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യാനുണ്ട്. അവർ ഒരു റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് AC ആക്കി, അങ്ങനെ ചിലത് പ്രൈവറ്റൈസ് ചെയ്യണു. അപ്പോൾ അങ്ങനെ ഒരു വശം കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ നാച്ചുറലി ഇതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. രണ്ടിനും അതിൻ്റെതായ മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. നമ്മൾ ഈ ഒരുപാട് എന്താ പറയാ ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ സർക്കാർ സ്ഥാപനങ്ങളായാലും ഒക്കെ ഒരു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഭയങ്കരമായ പുരോഗമനങ്ങൾ അവിടെ ആവിഷ്കരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും പല മെഡിക്കൽ കോളേജുകളിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആലപ്പുഴയിലുള്ള മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നമ്മളൊരു സുഹൃത്ത് തന്നെ മുൻപ് സംസാരിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ശോചനീയാവസ്ഥയുടെ ഏറ്റവും വലിയ എക്സ്റ്റെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ബാത്റൂമിൽ മുട്ടറ്റം എന്താ പറയാ കക്കൂസ് മാലിന്യം, അതിലിറങ്ങി നിന്നുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ പോകേണ്ടി വരും. അതിലെ ഗർഭിണികളായ സ്ത്രീകൾ, അവർക്ക് എങ്ങനെയാണ് അതിൽ ആ മുട്ടറ്റം വിസർജ്യമുള്ള ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് അവർക്ക് അവരുടെ കാര്യം നടത്തിയിട്ട് വരാൻ പറ്റുക എങ്ങനെയാണ്? അപ്പം അതെന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? അപ്പം പോരാത്തതിന് ചില വാതിലുകൾക്ക് കുറ്റിയില്ല, മറ്റേ ടോയ്ലറ്റ് സീറ്റ് കുത്തി പൊട്ടിച്ച നിലയിൽ. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സഹിച്ചു വരാൻ പറ്റുക? അല്ലെങ്കിൽ അതൊക്കെയല്ലേ ഏറ്റവും ബേസിക്കലി പരിഹരിക്കേണ്ട ഒരു കാര്യം? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പൊ പൊതുവെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, ഇതെല്ലാം സർക്കാരിന്റെ ആണ്, അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണില്ല, അപ്പൊ ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ബേസിക്കലി ഇപ്പൊ പറഞ്ഞ പ്രശ്നത്തിന് നമുക്ക് നേരിടേണ്ടി വരാറുള്ളത്. കാരണം വേണം വന്നാൽ മതി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പൈസ കൊടുക്കണില്ല, അപ്പൊ ഞങ്ങളാണ് ഇവിടുത്തെ ബോസ് എന്നുള്ള ഒരു ബോസിങ് കൾച്ചറാണ് ബേസിക്കലി അവിടെ ഉണ്ടാവുക. കാരണം അവര് സർക്കാരിന്റെ ജോലിക്കാര്, നിങ്ങൾ പണമൊന്നും കൊടുക്കാതെ നിങ്ങൾ സർജറിക്കും ഈ മരുന്നിനും ഒക്കെ വരേണ്ടി വരണോ, നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ബേസിക്കലി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചാരിറ്റി ചെയ്യുവാണ്, ഔദാര്യം ചെയ്യുവാണെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി അവർക്ക് ഉണ്ടാവുക. അത് മാറേണ്ട ഒരു
ഭയങ്കര പ്രശ്നമാണത്. ബേസിക്കലി ആരും അടിമകളൊന്നും അല്ല ആരുടെയും. നമ്മളെല്ലാവരും ഒരു സിറ്റിസൺസ് ആണ്, നമ്മളെല്ലാവരും ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നാച്ചുറലി നമ്മുടെ ഒരു റൈറ്റ് ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തർ ഒരു ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പല സ്കീംസുകളുണ്ട് ഒരുപാട് ഈ ഹോസ്പിറ്റൽസിന് മെഡിക്കൽ കോളേജസിനൊക്കെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും പ്രശ്നം പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും. അവിടെ ഭയങ്കര വൃത്തികേടുകളായിരിക്കും. അവിടെ ഈ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ പുതിയ വല്ല എന്തെങ്കിലും പുതിയതായുള്ള എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ ബാക്കി അവരുടെ കീഴിൽ വരുന്ന മന്ത്രിമാരെ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നീട് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നീട് അവിടുത്തെ ശോചനീയാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞതിനെ ബോധിപ്പിക്കാനോ ഒന്നും നമുക്ക് അവരാരും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധികളാണ് അവർ. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആണ് അവർ ആയിരിക്കണം. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്നത് അത്തരം ഒരു സമീപനമല്ല അവരുടെ അടുത്ത് നിന്നുള്ളത്. അതൊരു ശരിയാണ്. കാരണം ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ കേരള ഗവൺമെന്റ്, ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് ഈ ആശുപത്രികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ ബ്ലോക്സ് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും എന്നോട് അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അവരിതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അവർ ഒരുപാട് സ്പെൻഡിങ് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വെൽക്കമബിൾ ആണ്. കാരണം പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയി ചികിത്സ നടത്തുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഒരുപാട് ഞാൻ പത്രത്തിലൊക്കെ കാണാറുണ്ട്, ഒരുപാട് ബ്ലോക്സുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇവർ. അപ്പോഴും പ്രശ്നം വെച്ചാൽ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന് ഇവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരിപ്പോ മുൻപേ പറഞ്ഞ പോലെ, അതായത് ഇവരാരും ഈ പുതിയ ബ്ലോക്കിന് ഉദ്ഘാടനം കഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഈ ആശുപത്രികളിലേക്കല്ല. അവർ വിദേശത്തുള്ള മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ആശുപത്രികളിലാണ് അവർ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനായിട്ട് പോകുന്നത് എന്നുള്ളത്. അത് നമ്മൾ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെയാണ്. അതായത് ഈ എന്താ പറയാ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഈ മന്ത്രിമാരായി നിൽക്കുന്ന ആളുകളുടെ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കുറെ യൂത്തില് അല്ലെങ്കിൽ യുവത്വത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ ഈ കോളേജിലൊക്കെ പാർട്ടിയുടെ പേരും പറഞ്ഞ് തല്ലും പിടിയുണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മകനോ മകളോ ഈ നാട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക്, അച്ഛൻ നിലകൊള്ളുന്ന പാർട്ടി അല്ലെങ്കിൽ അമ്മ നിലകൊള്ളുന്ന പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മകനോ മകളോ രക്തസാക്ഷിയായ വിവരം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ആവില്ല. അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാക്കി പിടിക്കപ്പെട്ടു എന്നുള്ളതെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കുറെ പൊട്ടന്മാരെ പോലെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുറെ പേര് ജീവൻ വെടിയുന്നു. തീർച്ചയായിട്ടും. കാരണം ഒന്ന് അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ഈ അടിപിടി വഴക്ക് ക്യാമ്പസ് രാഷ്ട്രീയമൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. അതല്ലേ ഈ മലയാളികൾ മുഴുവനും കേരളത്തിന് പുറത്തേക്ക് പഠിക്കണേ. ഇതൊന്നും ഇല്ലാത്ത ഇപ്പോഴും എന്താ പറയാ, നമ്മൾ പറയല്ലോ എത്ര പോയാലും ഒരു അംശം അവിടെ ബാക്കി നിൽക്കുന്ന പറയുന്ന പോലെ ഇപ്പോഴും ഉണ്ട്. SFI അത് ഇതെന്നൊക്കെ പറഞ്ഞ SFI മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ എന്താ പറയാ, അവർക്ക് വേണ്ടി ഇപ്പോഴും നമ്മളെല്ലാവരും കൊടിയും പിടിച്ച് ഓടുന്നു. പക്ഷെ നമ്മൾക്ക് വേണ്ടുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ഇന്നത്തെ ഒരു ക്രൈസിസ് ആണ് ബേസിക്കലി അത്. ഒന്ന് കേരളത്തിൽ നിന്നൊക്കെ വലിയ രീതിയിൽ മൈഗ്രേഷൻ, കേരളത്തിന് പുറത്തെ കോളേജ് അല്ലെങ്കിൽ കാനഡയിലും UK-യിലേക്ക് പോകണു. അപ്പോൾ ഒന്ന് കേരളത്തിലെ വളരെ കുറച്ച് പേരുള്ളൂ. ഇപ്പൊ പല ക്യാമ്പസുകളിലും ഈ ബാച്ചുകളൊക്കെ കുറഞ്ഞു വരുക. അപ്പൊ അതിനനുസരിച്ച് അധ്യാപക തസ്തികകള് ഒക്കെ കുറയും. അപ്പൊ ബേസിക്കലി കേരളത്തിൽ അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ബാധിക്കും. അത് പ്രത്യേകിച്ച് ഈ ടീച്ചിങ് മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വലിയ രീതിയിൽ ബാധിക്കും. +2 കഴിഞ്ഞാൽ കേരളത്തിൽ നിൽക്കുന്നവർ വളരെ കുറവാണ്. അതിപ്പം നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലീനിങ് തൊഴിലാളികൾ അവരെ ഈ വിശ്രമിക്കാൻ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ ആ പ്ലാറ്റ്ഫോമുകളെ എന്താ പറയാ ആശ്രയിച്ചതിന് തലവഴി വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. അത് ഇപ്പൊ പറഞ്ഞ പോലെ ആ രണ്ട് പക്ഷവും നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. ശരിയാണ്. കാരണം ഇത് രണ്ടിനും എന്റെ പറഞ്ഞ പോലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഒന്ന്, അവിടെ അവർക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവരവിടെ കിടന്നതെന്ന്. പക്ഷെ അവരവിടെ കിടക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അവർക്കും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി, കംപ്ലൈന്റ് കൊടുത്താൽ മതി, ഇവർ പ്രോപ്പർലി ഇത് മാനേജ് ചെയ്യണില്ലെന്ന്. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ആൻസറബിൾ ആണ് ഇതിന്. മ്യൂച്വലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുക കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഡോർമെറ്ററീസ് ആണെങ്കിലും അവർ കുറെ കൂടെ ചെലവ് ചുരുക്കുക. എപ്പോഴും ചെലവ് വളരെ കുറവാണ്. 100 രൂപയാണ് ഒരു ഡോർമെറ്ററിക്ക് റെയിൽവേ സ്റ്റേഷൻസിലുള്ളത്. അത് കുറെ കൂടെ വ്യാപിപ്പിക്കുക എന്നാണ്, ബജറ്റ് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ.